പലിശമ്മ തൊട്ടോ അവന് സാമ്പത്തിക രംഗത്ത് അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നശിക്കും, അവന്റെ എല്ലാ സ്വപ്നങ്ങളും തകരും. അതിന് ശിക്ഷയാണ്. അള്ള വിരോധിച്ച ഒരു വഴി സ്വീകരിക്കുമ്പോൾ അതിന്റെ നേരെ വിപരീത ഫലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ അവരൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കിയതാണ്. ഓഡിറ്റോറിയം അപ്പോൾ 80 ലക്ഷം രൂപയാണ് ഓഡിറ്റോറിയത്തിൽ. ഇപ്പോൾ 70 ലക്ഷം രൂപ എന്ത് ചെയ്തു, അവർ പാർട്ട്നേഴ്സ് ഒക്കെ എടുത്തു. ഇനി 10 ലക്ഷം ഷോർട്ട് ഉണ്ട്, എങ്ങനെ ഒപ്പിച്ചിട്ട് ഒക്കണില്ല. അപ്പോൾ അവർ ലോൺ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 10 ലക്ഷം ലോൺ എടുത്തു. 10 ലക്ഷം ലോൺ എടുത്തിട്ട് അവരുടെ ഓഡിറ്റോറിയത്തിന് കിട്ടുന്ന മൊത്തം ലാഭവും വാടകയും വർഷങ്ങളോളം അടച്ചിട്ടും ഈ 10 ലക്ഷം പരിഹരിക്കണില്ല. അവസാനം എന്ത് ചെയ്യുക, അവർക്ക് പാർക്കിംഗ് ഏരിയയിൽ ഒരു സ്ഥലം അവർ വിറ്റു. അങ്ങനെ 22 ലക്ഷം അടച്ചിട്ടാണ് അവർ ആ 10 ലക്ഷം വീട്ടിയത്. 10 ലക്ഷം മൂലധനത്തിക്കും 12 ലക്ഷം പലിശക്കും അടച്ചു. നിങ്ങൾ ഏതെങ്കിലും ഒരു ലോൺ എടുത്ത ആൾക്കാരെ നിങ്ങളോട് സംസാരിക്കാനോട് ചോദിക്കൊണ്ട് എത്ര നിങ്ങൾ എടുത്തിരുന്നത്, മൊത്തം ഇത്ര അടച്ചു എന്ന് വെറുതെ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അവർ മെച്ചപ്പെടും. പിന്നെ അവർ വീട് വിൽക്കുക ചെയ്യണം. അത് എന്തുകൊണ്ടാണ്? അള്ളാഹു മിൻ ജിൻസിൽ അമലാണ്. നമ്മൾ എന്ത് ചെയ്തോ അതാണ്.